ഹലോ ഗായ്സ്, എൻ്റെ ഒരു ക്ലീനിങ് ഡേയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ നാശകോശം വറ്റി കിടക്കുകയാണ്, ഫുൾ പൊടി. ഇന്നാണെങ്കിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ അത്ര ശരിയില്ല. അപ്പം നമുക്ക് അതിൻ്റെ മുന്നേ തന്നെ വേഗം അടിച്ച് വാരി തുടച്ചെല്ലാം വൃത്തിയാക്കി വെക്കാം. കാരണം മഴ വന്നാൽ പിന്നെ ഭയങ്കര മടിയായിരിക്കും. എനിക്കങ്ങനെ കേട്ടോ, മഴയത്ത് എന്തോ ഒരു സുഖം ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ. അങ്ങനെ വെറുതെ ഇരിക്കണം, ഇങ്ങനെ കഥ പറയണം, അതിനാണ് ഒരു സുഖം. അപ്പം ഞാൻ വേഗം തന്നെ കുറച്ച് അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അരുക്കാണെങ്കിൽ എല്ലാ സ്ഥലത്തും കൊണ്ട് ഇവിടെ ക്ലിപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ എന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കണം. എന്നിട്ട് ഞാൻ അടിച്ചു വാരി തുടച്ചു. അപ്പോൾ ജനലൊക്കെ തട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാവിനെ കണ്ടു. മാവിന് ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ചിലപ്പം മാങ്ങ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇവിടെ മാങ്ങയില്ല. മാങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് എറുമ്പ് വന്നിട്ട് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു പൂവിട്ടതെല്ലാം കൊണ്ടുപോകും. ആ എറുമ്പ് തിന്ന് കളഞ്ഞു. ഫുൾ ഭയങ്കര എറുമ്പ്, മറ്റേ ചുവന്നിട്ടുള്ളൊരു എറുമ്പില്ലേ, മേറ് പോലത്തെ ആ എറുമ്പ് വന്നിട്ട് ഫുള്ള് തിന്നെന്ന് തോന്നുന്നു. ഒരൊറ്റ മാങ്ങ ഉണ്ടായില്ല. ഈ പ്രാവശ്യമെങ്കിലും മാങ്ങ ഉണ്ടാവണേ ഭഗവാനേ, കാരണം നല്ല ടേസ്റ്റാണ് മാങ്ങ. അപ്പോൾ അടിച്ചു വാരിയൊക്കെ തുടച്ച് ഞാമില്ല, എനിക്കൊരു സിമ്പിൾ കറി വെക്കാമെന്ന് വിചാരിച്ചു. കറി എന്ന് വെച്ചാൽ നിങ്ങളുടെ മോര് ഒഴിച്ച് കറിയില്ലേ, എന്ന് വെച്ചാൽ മോര് നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ. തേങ്ങ അരയ്ക്കാണ്ട് സിമ്പിളായിട്ട് വെക്കൂലേ നമ്മൾ, എന്ന് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അങ്ങനെയുള്ളൊരു കറിയും കായൻ്റെ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കായൊക്കെ എടുത്ത് കുറേ മുറിച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ ചെറിയുള്ളി വെളുത്തുള്ളി ഇതൊക്കെ കുനുകുനാ അരിഞ്ഞു വെക്കണം, ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് എന്താണ് എൻ്റെ പേര്, കറിവേപ്പില, കുറച്ച് ജീരകം, കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുന്നതിൻ്റെ മുന്നത്തെ ഒരു പാകമില്ലേ, ആ പാകത്തിൽ വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമായ മോരും കൂടെ ചേർത്ത്, ഈ നല്ല നാടൻ മോരാട്ടോ. അതിനെക്കൊണ്ട് എനിക്ക് ശരിക്കും ഇത് കറി വെക്കാൻ തോന്നുന്നില്ല, പക്ഷേ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെക്കുന്നതാണ്. അപ്പം കറിയായി. പിന്നെ ചോറ് വെച്ചു, കുറച്ച് ചോറ് മതി. അങ്ങനെ ചോറായി, ഉപ്പേരിയായി, എല്ലാം കൂടെ ഞാനിരുന്ന് കഴിച്ചു. ഞാൻ ഡയറ്റിങ്ങിലാണ് എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് തടിയൊന്നും കുറയുന്നില്ല. എന്താണോ, തീരെ തടി കുറയുന്നില്ല. നോക്കാം, കുറച്ചുകൂടെ പോയി നോക്കാം. അങ്ങനെ കുറച്ച് സമയം ചോറൊക്കെ കഴിച്ചൊരു സിനിമയൊക്കെ കണ്ട്, പഴയൊരു സിനിമയൊക്കെ കണ്ടിരുന്ന് ഞാൻ വിചാരിച്ചു ഇന്നലെ 2 പാക്കറ്റ് പാല് വാങ്ങിയതിനെ കൊണ്ട് പനീറാക്കാം. അതിന് ഹോം മെയ്ഡ് പനീർ ആക്കാൻ വേണ്ടി ഞാൻ പാലടുപ്പത്ത് വെച്ചു. പാലിൻ്റെ മണം ഉണ്ടല്ലോ, പാലിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മളിങ്ങനെ തിളച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമില്ലേ, നല്ലൊരു മണമല്ലേ അത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് അമ്മ ഇങ്ങനെ പാൽ ഇളക്കി കാച്ചുമ്പോൾ എൻ്റെ അടുത്തൊന്ന് ചീത്ത വെക്കും. കാരണം ഇളക്കി കാച്ചുമ്പോൾ അതിൽ പാട വരില്ല. പാടയും പഞ്ചാരയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അതിന് നമ്മൾ പനീർ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് വഴി മാറിപ്പോയില്ലേ. അങ്ങനെ പനീറാക്കാൻ വേണ്ടി പാല് നന്നായിട്ട് തിളപ്പിച്ച പാലിലേക്ക് നമ്മൾ ഒരു 3 നാരങ്ങ പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഇത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് പാല് നന്നായിട്ട് പിരിഞ്ഞ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ല കോട്ടൺ തുണിയിലേക്ക് മാറ്റി ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോക്കണം. അതിന് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു തോർത്തിലേക്ക് മാറ്റി നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത്, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ വെച്ച് ഒരു ചെറിയൊരു എന്തെങ്കിലും കട്ടിയുള്ള ഒരു കനമുള്ള സാധനം ഈ തുണീൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി. അങ്ങനെ അപ്പോഴത്തേക്ക് മഴ പെയ്തു കേട്ടോ, നല്ല മഴ. നല്ല സുഖമാണ് ഇങ്ങനെ മഴയെ നോക്കിയിരിക്കാൻ. ഞാനിപ്പോൾ അധികം വ്ളോഗ് ചെയ്യുമ്പോൾ മഴ പെയ്യലുണ്ട്. നമ്മൾ തൂവാൻ തുമ്പിളിനെ പോലെ മഴ വ്ളോഗ് മഴ, എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. മഴ വേഗം തന്നെ പോയിട്ടോ. അപ്പോഴേക്ക് സന്ധ്യയായി. ഇപ്പോൾ വേഗം സന്ധ്യയാവില്ലല്ലേ, വേഗം തന്നെ വിളക്ക് വെക്കണം.
അത് കഴിഞ്ഞിട്ട് നമുക്കിനി പനീർ കൂട്ടനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാനിങ്ങനെ പനീർ ഉരുട്ടി വെച്ചതുകൊണ്ട് ഉരുണ്ടാണ് പനീർ വന്നിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാൻ പോയി ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. ചപ്പാത്തി നേരത്തെ കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ചപ്പാത്തിക്ക് വേഗം തന്നെ കുഴച്ച് വെച്ചു. അതിൻ്റെ പനീർ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ആക്കിയെടുത്തു. കാരണം നമ്മുടെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്കിങ്ങനെ കട്ടിക്കൊന്നും പനീർ ആയാലും ശരിയാവില്ല. അപ്പം ഞാൻ പനീർ അങ്ങനെ ആക്കിയെടുത്ത് അതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങ്, ഞാൻ പറാത്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു. ഒരു ചെറിയ അരക്കഷ്ണം ഉള്ളി എടുത്തു. അതിൻ്റെ ഉള്ളി ഞാൻ ചെറുങ്ങനെ തന്നെ മുറിച്ചെടുത്തു. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തിയും പിന്നെ എന്തെങ്കിലും മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി നമ്മുടെ ഒരു ചപ്പാത്തീൻ്റെ ഇങ്ങനെ ഉരുണ്ട് വരില്ലേ. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കട്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തി പൊട്ടിപ്പോവും. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ചപ്പാത്തി ഫുള്ള് പൊട്ടിപ്പോയാൽ പിന്നെ നമ്മളെ കോൺഫിഡൻസ് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളിങ്ങനെ സോഫ്റ്റായിട്ട് എടുക്കുക ആ മിക്സ്. അപ്പോൾ ഇതിലേക്ക് കഴിക്കാൻ വേണ്ടി ഞാനൊരു ചമ്മന്തി കൂടി ആക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ, കുറച്ച് പുതിനയില, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം അതും കൂടെ അരച്ച് വെച്ച് നമുക്കിനി ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കാം. ഭയങ്കരമായിട്ട് പരത്തരുത്, കുറച്ചൊന്ന് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മിക്സ് വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് വീണ്ടും നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വീണ്ടും പരത്തി സ്ലിമ്മാക്കിയിട്ട് പരത്തണം കേട്ടോ. കട്ടിയായിട്ടുണ്ടെങ്കിൽ പറാത്തൻ്റെ ഉള്ള് മര്യാദയ്ക്ക് വേവില്ല. അപ്പം നിങ്ങൾ മാക്സിമം എത്ര നീട്ടി വലിച്ച് പരത്താൻ പറ്റുമോ, എന്ന് വെച്ചാൽ പൊട്ടിപ്പോകാനും പാടില്ല കേട്ടോ. അപ്പം പൊട്ടിപ്പോവാതെ പരത്താം. ഞാൻ എപ്പോൾ ആക്കിയാലും പൊട്ടിപ്പോവും. ഇന്ന് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തോ പൊട്ടിയില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ ചുടുമ്പോഴും പൊട്ടിയില്ല. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. സമാധാനം, എന്തെങ്കിലും പൊട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോയി കുളമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ പൊട്ടിയില്ല. അപ്പോൾ രണ്ടും ചുട്ടെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് വെച്ചാൽ ഞാൻ ടേസ്റ്റ് വരാനുള്ള സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും ഫില്ലിങ്ങാണ്, നല്ല ഫില്ലിങ്ങാണ്. ഒന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പം 2 പേരും ഓരോന്ന് വെച്ച് കഴിച്ചു. എന്നിട്ട് ഇനി പാത്രങ്ങളൊക്കെ തേച്ച് പാത്രങ്ങൾ തേച്ച് കഴുകി വെച്ചിട്ട് നമ്മൾ ഇന്നലെ വൈൽഡ് റോബോട്ട് എന്ന സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നലെ വേഗം ഉറക്കം വന്നതിനെ കൊണ്ട് ഉറങ്ങി. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് കാണാമെന്ന് വെച്ചു. പിന്നെ ബാക്കി കണ്ടു. രുക്കുവിനും ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് അവളും ഇരുന്ന് കുറേ സമയത്ത് സിനിമ കണ്ടു. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ക്ലീനിങ് ഡേ ആൻഡ് കുക്കിംഗ് ഡേ എല്ലാം കൂടിയൊരു ഡേ ആയിരുന്നു. ഇന്ന് മിക്സഡ് ഡേ ആയിരുന്നു അല്ലേ. ഫിലിമും കണ്ട് പോയൊരൊറ്റ ഉറക്കം. അപ്പം ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.